ഹായ്, നന്ദുവിൻ്റെ ബാഗ് താഴത്തെ ഹോസ്റ്റലിൽ നിന്ന് എടുക്കാൻ വേണ്ടി റെഡിയാവാൻ തുടങ്ങിയതാണ് ആക്ച്വലി. പക്ഷെ റെഡിയായി വന്നപ്പം ഇങ്ങനെയൊക്കെ ആയി. ഞാൻ മാത്രമല്ല, ഈ വീഡിയോയിൽ ഇടുമെന്ന് ഉറപ്പില്ലാണ്ട് തമാശക്ക് എടുത്തതാണ്. അതെൻ്റെ എനർജി കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പം നമ്മൾ താഴെ ഹോസ്റ്റലിലെ ബാഗ് എടുത്തിട്ട് തിരിച്ചു വരാം. പക്ഷെ ഇങ്ങനെയൊക്കെ റെഡി ആയപ്പം അപ്പം എങ്ങോട്ടാ പോകുന്നത് നോക്കട്ടെ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അറിയില്ല. നമുക്ക് ആടെ എത്തി നമുക്ക് താഴെ എത്തിയിട്ട് തീരുമാനിക്കാം. കാര്യം പറയാണ്ട് വ്ളോഗില് പറയാം. ലൈറ്റ് അടിക്ക്. മൂന്നാള് വൈറ്റ് ഡ്രസ്, എന്നാ പിന്നെ നാലാക്കും വൈറ്റ് ആക്കാം. ഒരു കോഡായിക്കോട്ടെ. ബട്ട് അവൻ കാറിലാണ് വന്നതെന്നാണ് ഇപ്പൊ ഡൗട്ട്. കാരണം അവൻ 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. നമ്മൾ ആ കൊണ്ടുവന്നത് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. സത്യം. കോളേജിന്റെ താഴെ അവൻ എന്നിട്ട് എങ്ങനെ കോഴിക്കോട് നിന്ന് രാമനാട്ടിൽ വരെ ഇത്ര പെട്ടെന്ന് എത്തി? അത് ഓനാ? ആ ലൈറ്റ് എടുത്ത് പതപ്പിച്ചിരുന്നു. അവനാണോ? ബീച്ചിലേക്ക് വാ, കോഴിക്കോട്. ആ ഓക്കേ. അങ്ങനെ താഴെ നടക്കാൻ ഇറങ്ങിയ ഞങ്ങൾ അപ്രതീക്ഷിതമായി അച്യുതിനെ വിളിക്കുന്നു. അച്യുത് വണ്ടിയായിട്ടിരുന്നു. നേരെ കോഴിക്കോട് ബീച്ചിലേക്കാണ് പോകുന്നത്. അത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ നമ്മൾ ഓരോ വട്ടളല്ലേ, കുറച്ച് കഴിയുമ്പോൾ അടുത്ത് കാണുമ്പോൾ രസം. എപ്പോഴും ഇങ്ങനെയാണ്, പ്ലാൻ ചെയ്തിട്ട് എവിടെയും പോകാന്ന് പറഞ്ഞാൽ അതിങ്ങനെ നീണ്ടു പോകും. എന്നാൽ അപ്പോൾ പോയാലോ എന്ന് ചോദിച്ചു വിട്ടാലോ നമ്മൾ അവിടെ എത്തി. ഇടയ്ക്കൊക്കെ ഇതൊരു രസമാണ്. അങ്ങനെ താഴെ ബാഗ് എടുക്കാൻ പോയി ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലെത്തിയിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ആ പരിസരത്തുള്ള എല്ലാവരെയും നമ്മൾ വിളിച്ചു വരുത്തണം. അങ്ങനെ വിളിച്ചു വരുത്തി രണ്ടെണ്ണമാണ് ഈ രണ്ട്. സൗകര്യമായിട്ട് എവിടെയോ നിൽക്കായിരുന്നു, പക്ഷെ സമ്മതിച്ചില്ല, വിളിച്ചു വരുത്തി. എന്റെ ഫോട്ടോ എടുക്കാൻ വന്നാണ് നമ്മൾ ഫോട്ടോ എടുത്തിട്ട്. നമ്മൾ ഇന്നൊരു ബ്ലോഗ് എടുക്കുകയാണ്. അശ്വൻ ദിനേശ് നമ്മളോട് വരുന്നു. നമ്മൾ കാലിക്കറ്റ് ബീച്ചിലാണുള്ളത്. ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യണമല്ലോ, അതിനാണ് വന്നത്. നമ്മളെ പീപ്പിളൊക്കെ ഇതാണ്. നന്ദന, ഓക്കെ ഗായ്സ്. അപ്പോൾ കാലിക്കറ്റിനെ കൊണ്ട് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും വളരെ ബുദ്ധിയും, ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലും ഭയങ്കര ബുദ്ധിയുള്ളതും ഗ്ലാമറുള്ളതും, പിന്നെന്താ നല്ല കൾച്ചറൽ ആൾക്കാരാണ്. എനിക്ക് കുറച്ച് ആൾക്കാരെ അറിയാം, പക്ഷേ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും പറയുന്നില്ല. അത്രയേ ഉള്ളൂ. അതൊന്നും പാടില്ല, അത് വേണ്ടാന്ന്. എന്തിനാ നമ്മളത് പബ്ലിക് ആക്കുന്നത്? പ്രൈവറ്റ് കാര്യങ്ങളല്ലേ ഇത്. ഓ മൈ ഗോഡ് ഗൈസ്, സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിത് ഒഴിവാക്കുകയാണ്. ഗുഡ് ബൈ ഗൈസ്, ഗുഡ് ബൈ. എന്തൊക്കെ കാണും കേൾക്കും വേണം ഈശ്വര. ഇങ്ങനെ ഇടയ്ക്ക് എല്ലാവരുമായിട്ടും ഇങ്ങനെ എവിടെയും പോയിരുന്നു കുറേ വർത്തമാനം പറഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. എത്ര പെട്ടെന്ന് സമയം തീരുമെന്നറിയും. അതുവരെയുള്ള എല്ലാ പണിയും തിരക്കും ഒക്കെ നമ്മൾ മറന്നു പോകും. അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു, കഥയെല്ലാം പറഞ്ഞ് കുറച്ച് നേരം അടി ഉണ്ടാക്കി, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ എനർജി വല്ലാണ്ടങ്ങ് ബൂസ്റ്റ് ആവും. അന്ന് രാത്രി ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല, ഫുൾ ഓണായിരുന്നു. ബൈ, നമുക്ക് അടുത്ത വ്ലോഗ് കാണട്ടോ. ഒന്ന് താഴെ ബാഗ് എടുക്കാൻ പോയതല്ലേ? അതെ. എവിടം വരെ പോയി? കോഴിക്കോട് ബീച്ച് വരെ പോയി. ബീച്ച് വരെ പോകേണ്ടി വന്നു ഓരോ താഴത്തെ ഹോസ്റ്റലിലെ ബാഗ് എടുക്കാൻ. ശരി ഗൈസ്, ബൈ. catch you up in my next video. അപ്പോൾ ഓക്കേ, ശരി, ബൈ. ബൈ. സൂക്ഷിച്ചു പോണം, സ്പീഡിൽ പോകരുത്. ഓക്കെ, ബൈ. ഓ സെഡ്. ഓക്കെ, ബൈ. നാളെ കാണാം. See you. അത്രയൊക്കെ ഉള്ളൂ, ഒരു കുട്ടി വ്ളോഗ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, എല്ലാവരും ഒപ്പം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തുപോയി അടിപൊളിയായി ചില്ലാവുക, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.